ഒറ്റപ്പാലം തോട്ടക്കരയിൽ പുലിയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് പരിഭ്രാന്തി പരത്തി. തോട്ടക്കര ചേരിക്കുന്ന് മയിലുംപുറം റോഡിലെ കുമ്പാരംകുന്നത്ത് വീട്ടിൽ രാമചന്ദ്രൻ എന്ന രാജുവിന്റെ വീട്ടിലാണ് കാൽപ്പാടുകൾ കണ്ടത്. വനം വകുപ്പ് എത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ അർദ്ധരാത്രിയിൽ നായ്ക്കൾ കുരയ്ക്കുന്ന ബഹളം കേട്ടതായും രാവിലെ നോക്കിയപ്പോൾ വീട്ടിലും തൊട്ടടുത്ത വീട്ടുമുറ്റത്തും പുലിയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതായും രാജു പറഞ്ഞു. നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഇന്നലെ രാത്രി നായ്ക്കൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുരയ്ക്കലും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നീച്ച് നോക്കിയപ്പോൾ അച്ഛനാണ് നീച്ച് നോക്കിയപ്പോൾ ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ രണ്ട് വീടായിട്ട് കിടക്കണ കാൽപ്പാട് കണ്ടു. അപ്പോൾ ഫോറസ്റ്റിനെ വിളിക്കലും ഇവർ വന്ന് നടപടി ഇവിടെ രാവിലെ വന്ന് കാര്യങ്ങൾ നോക്കിയപ്പോൾ അങ്ങനെ കാര്യം പൂച്ചറേനെ എന്നാ പറയുന്നത്. അത് സ്ഥിരീകരിച്ചിട്ട് വിവരം തരാമെന്നാണ് പറഞ്ഞത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. കുളപ്പുള്ളി സെഷൻസ് ഫോറസ്റ്റ് ഓഫീസർ ജി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളല്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് എത്തിയത്. കാട്ടുപൂച്ചയുടെ കാൽപ്പാടുകളാവാം എന്നതാണ് കരുതുന്നത്. ന്യൂസ് ഫോർ യു ഓൺലൈൻ, ഒറ്റപ്പാലം. ഞാൻ കുളപ്പള്ളിയിലെ ഫോറസ്റ്റാണ്. ഞാൻ കുളപ്പള്ളിയിലെ ഫോറസ്റ്റാണ്. ഇവിടെ രാജു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ പുലിയുടെ കാൽപ്പാട് കണ്ട് വിളിച്ച് ഞങ്ങൾ വന്നതാണ്. അപ്പം പ്രാഥമികമായിട്ട് അത് കണ്ടിട്ട് പുലി അല്ലെന്നാണ് തോന്നുന്നത്. നമ്മളതിൻ്റെ അളവുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനി മേലിൽ അറിയിച്ചിട്ട് കൺഫേം ചെയ്തായിരിക്കും. പ്രാഥമികമായിട്ട് കാട്ടുപൂച്ച തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഒറ്റപ്പാലത്ത് ഇതേപോലൊരു വന്നായിരുന്നു പണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ കാട്ടുപൂച്ചയാണ് അയച്ചു കൊടുത്തത്. കാട്ടുപൂച്ച തന്നെയാണ് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പുലിയല്ലെന്നാണ് എന്തായാലും മെയിലിൽ അയച്ചു കൊടുത്തിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പറയാം.